ഭരണാധികാരികൾക്ക് ഇത് ഈ കർഷകരെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങൾ വോട്ട് വാങ്ങിപ്പോയാണ്ട് അവിടെ അധികാരത്തിൽ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കാല്ലേ. കാരണം നമ്മൾ അവർക്ക് വോട്ട് ചെയ്ത് പിടിക്കാം, നമ്മൾ ആകുമ്പോൾ വോട്ട് ചെയ്ത് പിടിക്കാം. പക്ഷെ നമ്മുടെ കാര്യം പറയുമ്പോൾ ഭരണാധികാരികളൊന്നും നമ്മൾ കാണുന്നില്ല. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. സപ്ലൈകോ ചതിച്ചു, കർഷകരുടെ നെല്ലെടുക്കാൻ ആളില്ല. വണ്ടൂർ ചാലിയാർ പഞ്ചായത്തുകളിലായി കിടന്ന് നശിക്കുന്നത് 50 ടണ്ണിലേറെ നെല്ല്. മുഖ്യമന്ത്രി, കൃഷിമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ആക്ഷേപം. നെൽകൃഷി ഉപേക്ഷിക്കുകയാണെന്നും കർഷകർ പറയുന്നു. സപ്ലൈകോയുടെ അനുമതിയോടെ കൃഷി ചെയ്ത കർഷകരാണ് നെല്ല് ഏറ്റെടുക്കാത്തതിനാൽ വെട്ടിലായിരിക്കുന്നത്. പരമ്പരാഗത നെൽ കർഷകനായ ആലുങ്ങത്തിൽ സലാം 7 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്. നല്ല വിളവും ലഭിച്ചു. ഇപ്പോൾ 55 കിലോയുടെ 170 ചാക്കുകളിലായി നിറച്ച നെല്ലാണ് മയിലാടി റോഡരികിൽ കിടന്ന് നശിക്കുന്നത്. എവിടെയുണ്ടോ നെല്ലുണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന പറയുമ്പോൾ അതിന് പ്രതിവിധി അവർ ചെയ്തിട്ടുണ്ട്. കർഷകരല്ല ഞങ്ങള്. അല്ല, ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. പക്ഷെ ഇത് നമ്മൾക്ക് പിന്നെ സപ്ലൈക്കൽ നമ്മൾ നെല്ല് ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾ 2 കർഷകരെ അപേക്ഷയത് ഞങ്ങൾ ഉണ്ടാക്കിയ നെല്ല് പേരുണ്ട്. CO 55 നെല്ല്. അതിൽ തന്നെ എഴുതിയിരിക്കലും വൈറ്റ് റൈസ് പിന്നെ എഴുതി ചെയ്തിട്ടുണ്ട്. നിങ്ങളേറെ നെല്ലുണ്ടാക്കുന്ന സപ്ലൈക്ക് ചോദിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ഇതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയ നെല്ല് ഇന്നതാണ് കേട്ട്. അല്ലാതെ നമ്മൾ സർക്കാരിന്റെ അല്ലെങ്കിൽ മുൻകൂട്ടി സർക്കാർ പറയണം ഇങ്ങനത്തെ നെല്ലൊന്നും ഉണ്ടാക്കാൻ പാടില്ല, ഞങ്ങൾ പറഞ്ഞ നെല്ല് ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ ആദ്യം ഉണ്ടാക്കുമോ? ഇതല്ലല്ലോ, നമ്മൾ ഉൽപാദനമാണല്ലോ നമ്മൾ കൃഷിക്കാർക്ക്. ഇവിടെ 2 കർഷകരുണ്ട്. വണ്ടൂർ പിന്നെ പഞ്ചായത്തിൽ 6 കർഷകരുണ്ട്. അവിടെ പിന്നെ 30 ടൺ നെല്ല് അടിച്ച അവരുണ്ട്. അവിടുത്തെ MLA കണ്ടു. അവർ സങ്കടം ബോധിപ്പിച്ചു. എടുക്കും. ഇതല്ലാതെ മറുപടി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി ആരെ കാണണം? മുഖ്യമന്ത്രി കടലാസ് പിന്നെ രജിസ്റ്റേർഡായിട്ട് അയച്ചു കൊടുത്തു. പ്ലാസ്റ്റിക് ടാർപ്പായകൾ കൊണ്ട് മൂടിയാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിലും എലികൾ ചാക്കുകൾ കീറി നെല്ല് നശിപ്പിക്കുകയാണ്. മന്ത്രിമാരായ PK ബഷീർ, AP അനിൽകുമാർ, നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് എന്നിവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാം എന്ന മറുപടി അല്ലാതെ ഒന്നും ഉണ്ടായില്ല. 3 മാസമായി നെല്ല് വിൽക്കാൻ കഴിയാതെ നശിക്കുകയാണ്. ഞാൻ 8 വർഷമായിട്ട് നെല്ല് കൃഷി ചെയ്യുന്ന കർഷകനാണ്. ഇത്രയും കാലം ഞങ്ങൾ നെല്ല് സപ്ലൈക്ക് കയറ്റാൻ നിന്നിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം സപ്ലൈക്ക് ഞങ്ങൾ ഭയങ്കര ചതിയാണ് ചെയ്തത്. എന്താ വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കിയ നെല്ല് വെറൈറ്റി വെച്ചാൽ നല്ല നെല്ല്, ഉൽപ്പാദന ശേഷിയുള്ളതും പിന്നെ പ്രതിരോധ ശക്തിയുള്ളതായ നെല്ലാണ് ഉണ്ടാക്കിയത്. നല്ല വിളവും കിട്ടി. പക്ഷെ സപ്ലൈക്ക് പറയുന്നത് മില്ലിയർ എടുക്കണ്ടേ, മില്ലിയർ സപ്ലൈ എടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ആകെ ദുരിതത്തില്ല. ഇപ്പോൾ നെല്ലിവിടെ കൊയ്തിട്ടിട്ട് 3 മാസത്തോളമായി. പിന്നെ സ്ഥലം MLA-നേറ്റും നിലമ്പൂർ MLA, വണ്ടൂർ MLA-റ്റും വണ്ടൂർ ഇതുപോലെ കൃഷി ചെയ്ത കർഷകരുണ്ട്. അവരിതേ കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇനി ആരോട് സങ്കടം, മുഖ്യമന്ത്രിക്ക് കത്തയച്ചു, അതിന് മറുപടി കിട്ടിയിട്ടില്ല. മന്ത്രിമാർക്ക് നിവേദനമായിട്ട് കൊടുത്തു, അതിന് നമുക്കില്ല. ഇനി ഞങ്ങൾ ആർക്കാ കൊടുക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് പിന്നെ മേലധികാരികൾ ഒന്ന് ഉണർത്തേണ്ടത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒക്കെ കൊടുത്തപ്പോൾ പരിഗണിക്കാൻ പിന്നെ ബഷീർ മന്ത്രിക്ക് കൊടുത്തു. അടുത്ത് കയറ്റി പോകുന്നു പറഞ്ഞു. അത് പറഞ്ഞിട്ട് 10 ദിവസമായി. കഴിഞ്ഞ ആരോടത് പറയേണ്ടതില്ല. ഇനിയിപ്പോൾ പട്ടാമ്പരോട് പറയാനുള്ളൂ, അല്ല ഇനിയിപ്പോൾ വേറെ ദൈവങ്ങളില്ല. കാരണം ഭരണാധികാരികളാണ് ഇത് ചെയ്യേണ്ടത്. ഭരണാധികാരികൾക്ക് ഇത് ഈ കർഷകരെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങൾ വോട്ട് വാങ്ങിപ്പോയാണ്ട് അവിടെ അധികാരത്തിൽ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കാല്ലേ. കാരണം നമ്മൾ അവർക്ക് വോട്ട് ചെയ്ത് പിടിക്കാം, നമ്മൾ ആകുമ്പോൾ വോട്ട് ചെയ്ത് പിടിക്കാം. പക്ഷെ നമ്മുടെ കാര്യം പറയുമ്പോൾ ഭരണാധികാരികളൊന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് തക്കതായ ഇത് വേണം. കഴിഞ്ഞ ആഴ്ച 10 ദിവസം മുമ്പ് പിന്നെ കൃഷി ഓഫീസറും മലപ്പുറം ജില്ലാ ഓഫീസറും തിരുവനന്തപുരത്ത് പോയി. അവരോടും പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവുന്ന പറയും. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ 10 ദിവസമായി. ഇതുവരെ നമുക്ക് പ്രതികരണമില്ല. ഇനി ആരോടെ കാണേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കില്ല. എന്നാൽ അവരുടെ ഏറ്റവും മുട്ടായിരുന്നു. അത് പാട്ടത്തിനെടുത്ത ഭൂമിയാണ്. പാട്ടക്കാരിപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബാങ്കിന് ലോൺ തവാറുണ്ട്. അപ്പോൾ ബാങ്കിന് വർഷത്തിനുള്ളിൽ അടച്ചാൽ മതി. കാർഷിക ലോൺ 4% പലിശ എടുത്താണ്. അവർക്ക് 6 മാസം കഴിഞ്ഞാൽ അവർക്ക് അടക്കണം. പക്ഷെ ഇപ്പൊ പാട്ടകർഷകരോട് പറഞ്ഞു, അവർ പറഞ്ഞു നിങ്ങൾ കൊയ്ത്ത് നെല്ല് കൊയ്ത്ത് കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് എന്താ തരാത്ത ഈ പാടത്തിങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ കുറഞ്ഞ സമാധാനത്തിൽ നിൽക്കുകയാണ്. പക്ഷെ അതും അവർക്ക് നമ്മൾ ഡിമാൻഡ് പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ 1-ാം വിള അങ്ങനെ എടുക്കണില്ല. 2-ാം വിള നിങ്ങൾ പോകണില്ലെങ്കിൽ പിന്നെ 1-ാം വിള എങ്ങനെ എടുത്തു പോകുന്നില്ലാണ്.
അതുകൊണ്ട് ഞങ്ങൾ കൃഷി പിന്നോട്ടടിക്കാനുള്ള തീരുമാനത്തിലാണ് കർഷകർ. സപ്ലൈകോ മില്ലുകൾക്ക് കൊടുക്കാൻ പറയുന്നു. എന്നാൽ മില്ലുകൾ വെള്ളയരിയുടെ നെല്ല് എടുക്കുന്നുമില്ല. ബാങ്ക് വായ്പ എടുത്താണ് പലരും കൃഷി ഇറക്കിയത്. പാട്ടത്തുകയായ 55,000 രൂപ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സലാം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.